വെള്ളച്ചോറ്, പിന്നെ പയർ. ചേച്ചി ചേച്ചി തിരുവനന്തപുരംകാരിയാണ്. അപ്പോൾ നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഒരു വർഷത്തിൽ ആദ്യം നമ്മൾ നോക്കുന്ന ആറ്റുകാൽ പൊങ്കാല എന്നാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഒരു ഏറ്റവും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു പൊങ്കാല ഓർമ്മ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ വരുന്ന പൊങ്കാല ഓർമ്മയല്ല. പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് ആറ്റുകാൽ ഉത്സവം തുടങ്ങുമ്പം തൊട്ട് നമ്മുടെ മനസ്സിൽ പൊങ്കാലയുടേതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മനസ്സിലുള്ള വിഷ്വൽസ് ഒരുപാടില്ലേ, രാത്രിയും പകലും തിരക്കും ലൈറ്റ്സും, പിന്നെ പൂജകൾ, ദേവിയുടെ ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഉള്ള ദേവിയുടെ അലങ്കാരങ്ങൾ, അതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ശീലം എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ അമ്മയുടെ കൂടെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ട്, പിന്നെ പ്രത്യേകിച്ച് ഞാൻ ട്രിവാൻഡ്രത്തായതുകൊണ്ടാവാം, പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ്. പൊങ്കാല വരുമ്പോൾ നമ്മൾ ഇടുവോ എന്നൊരു ചോദ്യമില്ല, പൊങ്കാലയ്ക്ക് പോകും. അതിപ്പോൾ എനിക്കൊന്ന് ട്രിവാൻഡ്രത്തുള്ള എല്ലാവരോടും ചോദിച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഈ വർഷത്തെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുതിയ സിനിമയുടെ റിലീസ് ഉടനെ ഉണ്ട്, തുടരും. അപ്പം അത് നന്നായിട്ട് വരണം എന്നുള്ളൊരു പ്രാർത്ഥന എല്ലായിട്ടാണ് ഈ വർഷത്തെ പൊങ്കാല തുടരുമാണ്. ഈ വർഷം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ കൽപ്പന ചേച്ചിയുമായിട്ട് പൊങ്കാല ഇട്ടിട്ടുള്ളത്, അതൊരു ഓർമ്മയല്ലേ? സത്യം, ചേച്ചിയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. കാരണം ഇതുപോലെ വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു, ചേച്ചി എല്ലാ വർഷവും ഉണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് രാത്രിയിലുള്ള സംസാരം, തമാശകൾ, അതൊക്കെ ഒരുപാട് മിസ് ചെയ്യും. തീർച്ചയായിട്ടും ഒരു പൊങ്കാല ആശംസ കൊടുക്കാം. ഓക്കെ, ജനൻ ടി വിയുടെ പ്രേക്ഷകർക്ക് എൻ്റെ പൊങ്കാലാശംസകൾ.